എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിനെ ചൊല്ലി വലിയ വിവാദവും ഉണ്ടായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി വളരെ ധൈര്യത്തോടുകൂടി ഒരു സിനിമ നിർമ്മിച്ച ശ്രീ പൃഥ്വിരാജ് സുകുമാരനെ അഭിനന്ദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറുഭാഗത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഭരണപക്ഷത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ വലിയ വിമർശനവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് സിനിമ കണ്ട ആൾക്കാരുടെ അഭിപ്രായമാണ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ഞാൻ കടക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പല സുപ്രധാന രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ അത് കണ്ടില്ല എങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും കാണാതെ തന്നെ അതിനെ എതിർക്കുന്ന ആൾക്കാരുമുണ്ട്. നിരവധി ആൾക്കാർ അവർ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റുകളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ സിനിമയോടുള്ള വിമർശനം പ്രകടിപ്പിക്കുന്നുണ്ട്. മോഹൻലാൽ ആരാധകരായിട്ടുള്ള പല ആൾക്കാരും അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. മറുഭാഗത്ത് അതേപോലെ തന്നെ സംഘപരിവാർ വിരുദ്ധ ആശയങ്ങളുള്ള ആൾക്കാർ പൃഥ്വിരാജിനെയും ഇതിൻ്റെ ടീമിനെയും മൊത്തത്തിൽ വലിയ അനുമോദനങ്ങൾ കൊണ്ട് മൂടുന്നുമുണ്ട്. അതെന്തായാലും ഈ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതല്ലാതെ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ ഡീമെറിറ്റിനെക്കുറിച്ചോ അതുകൊണ്ട് തന്നെ ഞാൻ അഭിപ്രായം പറയുന്നത് അപക്വമായി പോകും എന്നതിനാൽ അതിന് മുതിരുന്നുമില്ല. മറിച്ച് ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതെന്തുകൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവായിട്ടുള്ള ശ്രീ A. ജയകുമാറാണ്. അദ്ദേഹം ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് റെലവൻ്റ് ആകുന്നതിൻ്റെ സാഹചര്യം ഈ പോസ്റ്റിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന 2 ആൾക്കാരെ അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാം എന്നതുകൊണ്ടാണ്. അതിലൊന്ന് ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലനും മറ്റൊന്ന് ഇതിലെ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള ശ്രീ മോഹൻലാലുമാണ്. അപ്പോൾ ഈ 2 ആൾക്കാരെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് റെലവൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, നിലവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളോ അനുമോദനങ്ങളോ വിമർശനങ്ങളോ ഒന്നുമല്ല ഈ പോസ്റ്റിലുള്ളത്. മറിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു ബോധ്യമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധ്യം. അത് ഒരു ആരോപണം എന്ന നിലയ്ക്ക് പോലുമല്ല അദ്ദേഹം ഇവിടെ പറയുന്നത്. മറിച്ച് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യം, മറ്റുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ശ്രീ ജയകുമാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പോസ്റ്റ് കൂടുതൽ പ്രസക്തമാകുന്നത് ഈ ഒരു സാഹചര്യത്തിലുമാണ്. ഈ പോസ്റ്റ് വിരൽ ചൂണ്ടുന്നത് മലയാള സിനിമാ മേഖലയിലുള്ള എത്തിക്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എത്തിക്സ് ഇല്ലായ്മയെക്കുറിച്ചാണ്. നമുക്കറിയാം, മലയാള സിനിമയിൽ നിരവധിയായിട്ടുള്ള വിവാദങ്ങളുണ്ട്, നിരവധി അന്വേഷണങ്ങളുണ്ട്, നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്, നിരവധി അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്, കോടതി പരിഗണിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അങ്ങനെ വളരെ മലീമസമായിരിക്കുന്ന ഒരു സാഹചര്യം ഒരർത്ഥത്തിൽ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്ത രീതിയിലത്തേക്കുള്ള പ്രീ റിലീസ് ഹൈപ്പ് എമ്പുരാന് കിട്ടിയിരുന്നു. മാധ്യമങ്ങളടക്കം ആ സിനിമയ്ക്ക് വലിയ പിന്തുണ നൽകിയിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വലിയ ഒരു ഭിന്നിപ്പുണ്ടാകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എത്തിക്സിൻ്റെ ഒരു വിഷയം വരുന്നത്. ശ്രീ ജയകുമാറിൻ്റെ പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തത് തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതായത് RSSകാരനായ ശ്രീ ജയകുമാർ ഇവിടെ BJP അപ്പോയിൻ്റ് ചെയ്യുന്ന സെൻസർ ബോർഡിലെ അംഗങ്ങളെക്കുറിച്ചാണ് വിമർശിക്കുന്നത്. ഇത് വളരെ ഡയറക്റ്റായിട്ടുള്ള വിമർശനമാണ്. കാരണം സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളും എന്താണ് സെൻസർഷിപ്പ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളും ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ഇതിൽ നിന്ന് വിവക്ഷിക്കുന്നത്. ആ ബോധ്യം അവർക്കുണ്ടായില്ല എങ്കിൽ പോലും ഈ സിനിമ കാണുന്ന ആൾക്കാർക്ക് ആ ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെൻസർ ബോർഡിനോടുള്ള കടുത്ത വിമർശനം എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ഇത് വാലിഡ് ആണോ ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ, സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് സമൂഹത്തിലുള്ളത്. സിനിമാ പ്രവർത്തകരുടെ ഇടയിലും ആ രീതിയിലത്തേക്കുള്ള അഭിപ്രായമുണ്ട്. സിനിമകളിൽ കർശനമായിട്ടുള്ള സെൻസറിങ് വേണം എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് ഫ്രീഡം അനുവദിച്ചുകൊണ്ട് സെൻസർഷിപ്പിന് കൂടുതൽ പരിധികളും പരിമിതികളും ഉണ്ടാകണം എന്ന് വാദിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്നിരുന്നാലും ഈ സിനിമ പറയുന്ന പ്രമേയം ഒരു രാഷ്ട്രീയ പ്രമേയമാകുന്നത് കൊണ്ട് തന്നെ അത് ഏതളവ് വരെ പറയാം, അതിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു വിഷയമുണ്ടോ, ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് ആധാരമായിട്ടുള്ള അതിനു മുമ്പ് നടന്നിരിക്കുന്ന സംഭവങ്ങൾ തുല്യ പ്രാധാന്യത്തോടുകൂടി ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്.
ഞാൻ വീണ്ടും പറയുന്നു, സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് അപക്വമായി പോകും എന്നതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ശ്രീ ജയകുമാറിൻ്റെ പോസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്. മോഹൻലാലിനും ഗോകുലം ഗോപാലേട്ടനും പറയാൻ അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് താൻ ഇനി പറയാൻ പോകുന്ന കാര്യം മോഹൻലാലിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെയും അഭിപ്രായമാണ് എന്നും, എന്നാൽ അത് പറയുന്നതിന് അവർക്ക് അറപ്പുണ്ട് എന്നും, തനിക്ക് ആ അറപ്പില്ലാത്തതുകൊണ്ട് താനത് പറയാൻ നിർബന്ധിതനാവുകയാണ് എന്നുമാണ് ശ്രീ ജയകുമാർ ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ താൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് മോഹൻലാലിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെയും ബോധ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിങ്ങനെയാണ്: തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ് സിനിമാ തിയേറ്ററിൽ ഗോപാലേട്ടനും ലാലേട്ടനും എത്തുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, നായക നടനായിട്ടുള്ള ശ്രീ മോഹൻലാൽ; 2, നിർമ്മാതാവായി ഈ പ്രോജക്റ്റിൽ അവസാനം ജോയിൻ ചെയ്ത ശ്രീ ഗോകുലം ഗോപാലൻ. ഈ 2 ആൾക്കാരും ഈ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഈ 2 ആൾക്കാർക്കും കൃത്യമായ ബോധ്യമുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ അവർക്ക് അറപ്പുള്ളതുകൊണ്ടാണ് താൻ പറയുന്നത് എന്നാണ് ശ്രീ ജയകുമാർ പറയുന്നത്. അപ്പോൾ ഈ 2 ആൾക്കാരും ഈ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട്, അഥവാ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ പ്രമേയവും പരാമർശവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശ്രീ ജയകുമാർ പറയുന്നത്. രണ്ടാമത്തേത്, പ്രിവ്യൂ ഇല്ലാതെ, അതായത് ഈ സിനിമയുടെ പൂർണ്ണരൂപം ഒരു പ്രിവ്യൂ ആയിട്ട് നടത്തി ഇവരെ ആരെയും തന്നെ കാണിച്ചിട്ടില്ല എന്നാണ് ശ്രീ ജയകുമാർ പറയുന്നത്. കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കിക്കാതെയുമാണ്, അതായത് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല അപ്രോച്ചാണ് പല സംവിധായകരും സ്വീകരിക്കുക. അവർ തങ്ങളുടെ സിനിമയിലെ കഥാപാത്രങ്ങളോട് പൂർണ്ണമായും കഥ പറയുന്നുണ്ടാകും, ചില ആൾക്കാരോട് പൂർണ്ണമായിട്ടത് പറയുന്നുണ്ടാവില്ല, ചില ആൾക്കാരോട് അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള പാർട്ട് മാത്രമായിരിക്കും പറയുക. അപ്പോൾ ഈ സിനിമയുടെ പശ്ചാത്തലം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ഇതിൽ അവസാനം വന്നു ചേർന്നിരിക്കുന്ന നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലിനോടും ഇതിലെ പ്രധാന നടനായിട്ടുള്ള ശ്രീ മോഹൻലാലിനോടും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന രീതിയിലത്തേക്കാണ് ശ്രീ ജയകുമാർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 3 ആരോപണങ്ങളും വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ആരോപണങ്ങളും മലയാള സിനിമാ രംഗത്തെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എങ്കിലും ഫിലിം മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എത്തിക്സ് ഇല്ലായ്മയെക്കുറിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. ഈ പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു: സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത്. അതായത് ഈ 2 ആൾക്കാരുടെയും ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഈ സിനിമ നിർമ്മിച്ച് അവരെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ച്, എന്നാൽ ഈ കഥ പൂർണ്ണമായിട്ടും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാതെ അവരുടെ താല്പര്യത്തിനു വിരുദ്ധമായി ഒരു പ്രമേയം ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ച് അവരെ ചതിക്കുകയായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരാരോപണമാണിത്. ശ്രീ ജയകുമാറിൻ്റെ ഈ ബോധ്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടുന്നതിൻ്റെ ബാധ്യത ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്കാണ്. ഏതൊരു സിനിമയുടെയും പ്രമേയം നമ്മൾ സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നത് അതിൻ്റെ എഴുത്തുകാരൻ, സംവിധായകൻ, നിർമ്മാതാവ്, അതിലെ ലീഡ് ആക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാർക്കാണ്. മറ്റുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അവരവരുടെ പോർഷനെ പറ്റി മാത്രമേ അറിയുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആശങ്കകളുമില്ലാതെ അതിൻ്റെ എൻഡ് ടു എൻഡ് കാര്യങ്ങളെല്ലാം അറിയേണ്ടുന്ന ആൾക്കാർ, 1 അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ മുരളി ഗോപി, 2 അതിൻ്റെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ, 3 അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള വൈകിയാണെങ്കിലും ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രീ ഗോകുലം ഗോപാലൻ, 4 അതിലെ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള ശ്രീ മോഹൻലാൽ എന്നിവരാണ്. മറ്റ് നിരവധി അഭിനേതാക്കളുണ്ട് ഈ സിനിമയിൽ, നിരവധി പ്രശസ്തരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുണ്ട്, മറ്റു പ്രവർത്തകരുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇതിനെപ്പറ്റി പൂർണ്ണമായും അറിയണമെന്നില്ല. പിന്നെ ക്യാമറ പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായും അറിയേണ്ടുന്ന ആൾക്കാരാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ആൾക്കാർ. എന്നാൽ ഇവിടെ ശ്രീ ജയകുമാർ പറയുന്നത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അതിലെ നായക നടനായിട്ടുള്ള ശ്രീ മോഹൻലാൽ, അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ, ഈ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നും അവർക്ക് പ്രിവ്യൂ പോലും കാണിച്ചു കൊടുത്തില്ല എന്നും കഥയുടെ പൂർണ്ണ രൂപം പോലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന നിലയ്ക്കുമുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത്. ശ്രീ ജയകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ബാധ്യത 1 ശ്രീ ഗോകുലം ഗോപാലൻ, 2 ശ്രീ മോഹൻലാൽ ഇവർക്കാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല, 2 കാരണങ്ങൾ കൊണ്ടാണ്. അത് നേരത്തെ പറഞ്ഞു. 1, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ജയകുമാർ എന്നതുകൊണ്ടും, 2, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഈ 2 ആൾക്കാരുമായി പരിചയമുണ്ട്, ബന്ധമുണ്ട് എന്നതുകൊണ്ടുമാണ് ഞാനതിനെപ്പറ്റി പറഞ്ഞത്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സിനിമയുടെ മറ്റ് ഫിലിം മേക്കേഴ്സായിട്ടുള്ള പൃഥ്വിരാജ്, മുരളി ഗോപി തുടങ്ങിയ ആൾക്കാർക്കും പറയാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും താൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തന്നെയാണ് മോഹൻലാലിനും ഗോകുലം ഗോപാലനും എന്ന് പറയുകയും, എന്നാൽ അത് പുറത്തു പറയുന്നതിന് അവർക്ക് അറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങളൊന്നും തന്നെ ഈ 2 ആൾക്കാരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എങ്കിൽ അത് കൂടുതലായിട്ടുള്ള സംശയം ജനിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയൊരു വിവാദമായി മാറാതെ അവസാനിപ്പിക്കേണ്ടത് ഈ സിനിമാ പ്രവർത്തകരുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നവർ കരുതേണ്ടതാണ്. കാരണം ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ മലയാള സിനിമാ മേഖലയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒരു എത്തിക്സിൻ്റെ പേരിലുള്ള പൂർണ്ണമായി കഥ പറഞ്ഞു കൊടുക്കാതെ ഒരാളിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. അതും 45 വർഷമൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട നടനെ ആ രീതിയിലത്തേക്ക് അഭിനയിപ്പിച്ചു. നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബിഗ് ബജറ്റ് സിനിമകൾക്ക് പണം മുടക്കിയിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലനെ പോലെ ഒരു നിർമ്മാതാവിനെ കബളിപ്പിച്ച് ഒരു സിനിമയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്തിക്സുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നത് അറിയേണ്ടുന്നത് ഈ ഇൻഡസ്ട്രിയുടെ മാത്രമല്ല ഒരു പൊതു താല്പര്യം കൂടി അതിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ കേവലം സിനിമക്കാർ മാത്രം അറിയേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് കരുതുന്നില്ല. ഏതൊരു മേഖലയിലും അതിലെ ഒരു വർക്ക് എത്തിക്സ് ഇല്ല എങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊതുസമൂഹം കൂടി അറിയേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവാദം അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. ശ്രീ ജയകുമാറിൻ്റെ ആരോപണങ്ങൾ തെറ്റാണ് എങ്കിൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്തം അദ്ദേഹം ഈ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ആശങ്കകളും ദൂരീകരിക്കത്തക്ക രീതിയിൽ ഒരു റെസ്പോൺസ് ഈ സിനിമാ ക്രൂവിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഞാനിതിനെ കാണുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമായിട്ടല്ല. രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിൽ സിനിമ എടുക്കുന്നതിനും അഭിനയിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യർക്കുമുണ്ട്. പക്ഷേ ഒരു ചരിത്ര സംഭവത്തിനെ സിനിമാറ്റിക്കായിട്ടാണെങ്കിലും പുനരവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ സത്യസന്ധത ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഒരു വിഷയത്തിനെ, പ്രത്യേകിച്ച് ഒരു കലാപത്തിനെ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് അതിന് മുമ്പുണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും അതേ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എത്തിക്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റൊരു ചോദ്യം. അതുകൊണ്ട് തന്നെ ഏത് അളവ് വരെ നമുക്ക് രാഷ്ട്രീയം പറയാം, ഏത് അളവ് വരെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ധാരണകൾ ഒരു സിനിമയിൽ അവതരിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാത്രമല്ല മുമ്പും പല വിഷയങ്ങളിൽ ഡിബേറ്റബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സിനിമകളും പ്രൊപ്പഗണ്ട സിനിമകളെന്ന് അതിനെ എതിർക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതാണ് വാസ്തവം എന്ന് അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില സിനിമകൾ നമ്മുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വരുന്ന സമയത്ത് നമ്മളതിനെ നല്ല സിനിമ എന്നും അതിന് എതിരായി വരുന്ന സമയത്ത് പ്രൊപ്പഗണ്ട സിനിമ എന്നുമൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ അപനിർമ്മിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പൊതുസമൂഹം അതിനെ ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ഒരു വലിയ വിപ്ലവ വീര്യ നേതാവായിട്ടൊക്കെ തന്നെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രോജക്റ്റിൽ നിന്ന് അതിലാദ്യം സഹകരിക്കാമെന്ന് ഏറ്റിരുന്ന പല ആൾക്കാരും പിന്മാറുകയും പിന്നീട് ആ പ്രോജക്റ്റ് തന്നെ നടക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ നമ്മുടെ മുന്നിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ടുള്ള അപനിർമ്മിതി ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചില സോഷ്യൽ ബാലൻസുകളൊക്കെ തന്നെ കൊണ്ടുവരിക എന്നതൊക്കെ തന്നെ ചില കോണ്ടെക്സ്റ്റിൽ റെലവൻ്റായി മാറുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എത്തിക്സ് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ആ സിനിമയിൽ ഉപയോഗിക്കുന്ന പ്രമേയങ്ങൾ അത് രാഷ്ട്രീയമായിക്കോട്ടെ മറ്റേതെങ്കിലും രീതിയിലുള്ളതായിക്കോട്ടെ അതിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം തന്നെ അവർ തമ്മിലൊരു കൺസെൻസസ് ഉണ്ടാവുക, അവർക്കെല്ലാവർക്കും ആ പ്രമേയത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അവരുമായി ബന്ധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൊതുപ്രവർത്തകൻ പറയുന്ന സാഹചര്യത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ്. ആ ചർച്ചകളെല്ലാം തന്നെ അസ്ഥാനത്താണ് എങ്കിൽ അത് അസ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നതിന് വേണ്ടി ശ്രീ ജയകുമാറിൻ്റെ ബോധ്യങ്ങളെ തള്ളിക്കളയുന്നതിന് വേണ്ടി ഒരുപക്ഷെ ശ്രമിക്കേണ്ടത് ശ്രീ ഗോകുലം ഗോപാലനും ശ്രീ മോഹൻലാലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.